കോഴിക്കോട് ഓമശ്ശേരി സ്വദേശികളായ മുനീർ സലീന ദമ്പതികളുടെ മകൾ ഷാന ഷിറിൻ. വേദനകൾക്കിടയിൽ പ്രിയപ്പെട്ടവർ നൽകിയ അവസാന ജന്മദിനാഘോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ ഷാന പങ്കെടുത്തു. PTH വോളണ്ടിയർമാർ ഷാനയ്ക്ക് സർപ്രൈസ് ബർത്ത്ഡേ ഒരുക്കിയപ്പോൾ ഞാൻ ഇവിടെ 2 പോസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പോസ്റ്റ് 2 പോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താല്ലേ, കുറേ ആളുകൾ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു അല്ലേ, ജീവിക്കാൻ വേണ്ടിയിട്ട് കടങ്ങൾ കയറിയിട്ടും അതുപോലെ ഒരുപാട് ജീവിതത്തിൽ അസുഖങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടിയിട്ടും മുമ്പോട്ടെങ്ങനെയെങ്കിലും ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും. എന്നാൽ മറ്റൊരു സൈഡിൽ കുറേ ആളുകൾ ജീവിതം അവസാനിപ്പിക്കാൻ നോക്കി നടക്കുവാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വരാം. ഇപ്പം അമലും അനുശ്രീയുടെയും വിഷയം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ ഞാൻ പോസ്റ്റിൽ വെച്ചേക്കുന്ന ആദ്യത്തെ കുട്ടിയുടെ അതും നമ്മൾക്കറിയാവുന്നതാണ്. ക്യാൻസർ ബാധിതയായിട്ട് 22 വയസ്സേ ഉള്ളൂ. പിറന്നാളിൻ്റെ ആഘോഷത്തിൻ്റെ പിറ്റേന്ന് സന്തോഷമായിട്ട് പിറന്നാൾ ആഘോഷിച്ചു. സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സങ്കടം തോന്നിപ്പോവും അല്ലേ. ആ വീഡിയോ കണ്ടിട്ടുള്ള ആളുകളെല്ലാം സങ്കടം തോന്നിയാണ് ആ വീഡിയോ കണ്ടിട്ടുള്ളത്. കാരണം അത്രയ്ക്കും വേദന ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വാർത്ത ഞാൻ ഇവിടെ വെച്ച് തരാം. അതിനുശേഷം ഈ അനുശ്രീയുടെയും അമലുമായിട്ടുള്ള വിഷയത്തിൽ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ച് തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. കാരണം ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യ ഒന്നിലും ഒരു പരിഹാരമല്ല എന്ന അഭിപ്രായമുള്ള ആളുകൾ വീഡിയോ ഒന്ന് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. എത്ര ആളുകൾ എൻ്റെ ഈ അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് എല്ലാവരും ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പം ഇവിടെ ആത്മഹത്യ എന്ത് വിഷയം ഉണ്ടെങ്കിലും പരിഹരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങളെ നമ്മളെ ഈ ഭൂമി മലയാളത്തിനകത്തുള്ളൂ അല്ലേ. അല്ലാത്ത ഒരു പ്രശ്നങ്ങളും ഇല്ല. ഈ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പരിഹരിച്ച് തീർക്കും, അതാണ് വേണ്ടത്. അല്ലാതെ ചാരിക്കേറി ജീവിതം അവസാനിപ്പിക്കുകയല്ല വേണ്ടുന്നത്. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നയാൾ ചെറിയൊരു കടം വന്നാൽ പോലും, അല്ലെങ്കിൽ പ്രണയ നൈരാശ്യം, ദാമ്പത്യ ജീവിതത്തിൽ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ, അപ്പോൾ ഇതെല്ലാം താങ്ങാനുള്ള കരുത്തില്ലാതെ പോയി പെട്ടെന്നുള്ള എടുത്തുചാട്ടം കാണിച്ച് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരുപാട് പേര് നമ്മളെ മുമ്പിൽ ഡെയിലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ 2 വ്യക്തികളാണ് ഈ അമലും ഈ അനുശ്രീയും. SBIയിൽ ജോലി ചെയ്യുന്ന 2 പേരാണ്. ഓക്കെ, അതിലേക്ക് ഞാൻ വരാം. അവരുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ റിട്ടയർഡ് SP ജോസഫ് സാർ പറയുന്നുണ്ട്. പുള്ളിയുടെ വീഡിയോ ഞാൻ വെച്ച് തരാം. അതിനു മുമ്പേ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കുട്ടിയുടെ വീഡിയോ ഞാനിവിടെ വെച്ച് തരാം. സത്യം പറഞ്ഞാൽ അത് കണ്ടു നോക്കി. കാരണം നമ്മളെ ചുറ്റുവട്ടം നമ്മൾ നോക്കണം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കേണ്ടത് ഒരുപാട് ആളുകൾ നമുക്കിടയിൽ അസുഖം കൊണ്ടും അതുപോലെ കടം കൊണ്ട് എന്ന് വെച്ചാൽ അത്രയ്ക്കും കടം കൊണ്ട് തീരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകളും പല പ്രയാസങ്ങളും ഉള്ള ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. എങ്ങനെയെങ്കിലും ജീവിച്ച് മുമ്പോട്ട് പോകണം എന്ന ആഗ്രഹത്തോടു കൂടി നടക്കുന്ന ആളുകളാണ് നമുക്കിടയിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ വീഡിയോ 10 പേരിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, കാണുന്ന ആളുകളൊക്കെ. കാരണം ഒന്നുമില്ലെങ്കിൽ ചിലപ്പം 1-2 ആളുകൾക്ക് ചിലപ്പം ഈ ഒരു വീഡിയോ കൊണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പം മനസ്സിലായെന്നിരിക്കാം, അവർ ചിലപ്പോൾ രക്ഷപ്പെട്ടെന്നിരിക്കാം. അപ്പം നിങ്ങൾ നോക്കിയ ആ കുട്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടി കഷ്ടപ്പെട്ടത്. ഇത്രയും വേദനകളും യാതനകളും അനുഭവിച്ചത്. എന്നിട്ടും 22ാമത്തെ വയസ്സിൽ പിറന്നാൾ ആഘോഷിച്ച് സന്തോഷപൂർവ്വം പിറന്നാളിന് ശേഷം ഈ ലോകത്ത് നിന്ന് വിട ചൊല്ലി പോവുകയാണ് ഉണ്ടായത്. എന്തായാലും ആ കുട്ടിക്ക് പാവങ്ങളെല്ലാം പുറത്തു കൊടുക്കട്ടെ, സ്വർഗ്ഗപ്പൂന്തോപ്പിൽ നല്ലൊരു സ്ഥാനം തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കും. സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും ആ സങ്കടം തോന്നാതെ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അത്രയ്ക്കും കണ്ണ് നിറഞ്ഞു പോയൊരു വീഡിയോ കേട്ടോ. ഏതായാലും ആ ഒരു വാർത്തയും കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കി. 23ാം പിറന്നാൾ മധുരം പങ്കുവച്ചതിന്റെ പിറ്റേന്ന് ലോകത്തോട് വിട പറഞ്ഞ കാൻസർ ബാധിതയായിരുന്ന ഷാന ഷിറിൻ കോഴിക്കോട് എഗരൂൽ PTH ഹോസ്പിറ്റലിലെ വോളണ്ടിയർമാരും ബന്ധുമിത്രാദികളെയും കണ്ണീരണിയിച്ചാണ് ഷാനയുടെ മടക്കം. ക്യാൻസർ ബാധിച്ച് 1.5 വർഷമായി ചികിത്സയിലായിരുന്നു കോഴിക്കോട് ഓമശ്ശേരി സ്വദേശികളായ മുനീർ സലീന ദമ്പതികളുടെ മകൾ ഷാന ഷിറിൻ. വേദനകൾക്കിടയിൽ പ്രിയപ്പെട്ടവർ നൽകിയ അവസാന ജന്മദിനാഘോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ ഷാന പങ്കെടുത്തു. PTH വോളണ്ടിയർമാർ ഷാനയ്ക്ക് സർപ്രൈസ് ബർത്ത്ഡേ ഒരുക്കിയപ്പോൾ ഈ സന്തോഷത്തിന് അധിക സമയമില്ലെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. ക്യാൻസർ വാർഡിലെ അവസാന പ്രതീക്ഷയും കഴിഞ്ഞ് മരണത്തെ കാത്തുനിൽക്കുന്നതിനിടയിലാണ് ഷാനയെ സന്തോഷത്തിലാക്കി ജന്മദിനാഘോഷം നടന്നത്. എന്നാൽ പിറ്റേന്ന് രാവിലെ ഷാന വേദനകളില്ലാത്ത ലോകത്തേക്ക് യാത്രയായി. ഓക്കെ, കണ്ടല്ലോ. ഇനി ഞാൻ അമലിൻ്റെയും അതുപോലെ അനുശ്രീയുടെയും വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ വെച്ച് തരാം. ജോർജ് ജോസഫ് സാറ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞെട്ടിക്കുന്ന കുറച്ച് വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുന്നുണ്ട്.
ഈ ഒരു വിഷയവുമായിട്ട് പഠിച്ചിട്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ വെച്ചു തരാം. അപ്പോൾ മുമ്പേ ഞാൻ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എടുത്തയാട് തീരുമാനം എടുക്കുന്ന ആളുകൾ ഒരു നിമിഷം നിങ്ങളെ ചുറ്റുവട്ടമൊക്കെ നിങ്ങൾ നോക്കുക. നിങ്ങളെക്കാലെയൊക്കെ എത്രയോ ആളുകൾ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മളെ ചുറ്റുമുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. ചിന്തിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ വിവേകത്തോടു കൂടി ചെയ്യുക. എടുത്തുചാട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് മനസ്സിലാക്കുക. സത്യം പറഞ്ഞാൽ ഈ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾക്കാണല്ലോ ഇത്രയും എടുത്തുചാട്ടം അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ച് പക്വതയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇതില്ലാത്തത്, ഗെൽപ്പില്ലാത്തത് ഈ പറഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസവും വിവരമുള്ള ആളുകളാണ് ഇപ്പം ഞാൻ കൂടുതൽ കാണുന്നത്. എന്തായാലും ഇവരൊക്കെ എന്താണ് ഇങ്ങനെയെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ജോർജ് ജോസഫ് സാറിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. വിവാഹിതരാകാൻ പോകുന്ന 2 SBI ജീവനക്കാർ, ഒരാൾ മൈസൂരിലും ഒരാൾ എറണാകുളത്തും ജീവനൊടുക്കി. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് വന്നത്. അത് കാസർഗോഡ് പള്ളിക്കര പൂച്ചക്കാട് കാട്ടാമ്പള്ളി സ്വദേശിനി അനുശ്രീ എന്ന 25-കാരി. അവർ SBIയിലാണ് ജോലി. അവർ 25 വയസ്സേ കുട്ടിക്കുള്ളൂ. 26 വയസ്സുകാരൻ ഒരാൾ SBI തന്നെ ജോലി, എറണാകുളത്താണ്. അമൽ MG റോഡ് ബ്രാഞ്ചിലാണ്, ക്ലറിക്കൽ സ്റ്റാഫാണ്. 2 പേരും ക്ലറിക്കൽ സ്റ്റാഫാണ്. ഇവരുടെ വിവാഹം ഡിസംബർ 26 നടത്താൻ തീരുമാനിച്ചു, വീട്ടുകാരെല്ലാം കൂടെ കൂടി. എന്തായാലും ഓഗസ്റ്റ് 8 അമൽ പായത്തെ അനുശ്രീയുടെ വീട്ടിലെത്തി. ആ വീടിനടുത്ത് ഒരു സ്ഥലം വാങ്ങി വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. 2 പേരും ഒന്നിച്ച് കുടുംബമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. പുതിയ വീട്ടിൻ്റെ പണി അമൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വന്നു ഓഗസ്റ്റ് 8. പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഇരുവരും അവിടെ നിന്ന് പോകുന്നത്. ഒരാൾ നേരെ മൈസൂരിലെ ഹുൻസൂർ ബ്രാഞ്ചിലെ ക്ലറിക്കൽ സ്റ്റാഫാണ്. അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് ഇവർ സ്റ്റാഫുകൾ ഒന്നിച്ച് താമസിക്കുകയാണ്. പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഇരുവരും അവരവരുടെ ജോലി സ്ഥലത്ത് എത്തി. അടുത്ത ദിവസം രാവിലെ അവർ 2 പേരും ജോലിക്ക് പോയി. പക്ഷേ അതാണ് വീട്ടുകാരെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഹുൻസൂർ ബ്രാഞ്ചിലെ ആ പെൺകുട്ടി ജോലിക്ക് പോകാതെ മുറിയിൽ തന്നെ ആയിരുന്നു. ആ മുറിയിലിരുന്ന സമയത്ത് കൂട്ടുകാരി ജോലിക്ക് പോകാൻ വിളിച്ചപ്പം അവർ ജീവനൊടുക്കിയതായിട്ട് കണ്ടു. അതിന് തൊട്ട് മുമ്പ് ഈ പ്രപ്പോസ്ഡ് വരനുമായി ഇരുവരും വീഡിയോ കോൾ സംസാരിച്ചുകൊണ്ടിരുന്നു എന്നാണ് വരുന്നത്. അതിനകത്ത് അനുശ്രീ വീഡിയോ കോൾ സംസാരിച്ചിട്ട് തീർച്ചയായിട്ടും അയാളോട് പറഞ്ഞിട്ടുണ്ടാവും താൻ ജീവൻ ഒടുക്കും, എന്താ കാരണമെന്ന് നമുക്കറിയില്ല. അത് അയാൾ വീഡിയോ കോൾ ആയതുകൊണ്ട് അത് കണ്ടിട്ടുണ്ടാവും ആ പെൺകുട്ടിയുടെ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്താണെന്ന്. ഏതായാലും ആ പെൺകുട്ടി ജീവൻ ഒടുക്കി. അടുത്ത കൂട്ടുകാരി ആ മുറിയിൽ വന്ന് വിളിക്കുമ്പം ഇവർ ജീവൻ ഒടുക്കിയതായിട്ടാണ് കണ്ടത്. അതേസമയത്ത് എറണാകുളത്ത് അവിടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് അവിടെ ഒരു ലോഡ്ജിൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലാണ് ഇയാൾ താമസിക്കുന്നത്. അവിടെ നിന്നാണ് 2 പേരും വീഡിയോ കോളിൽ സംസാരിച്ചത്. പക്ഷേ തൻ്റെ പ്രതിശ്രുത വരവിൻ്റെ വിവരം അറിഞ്ഞിട്ടാവണം അയാളും ജീവൻ ഒടുക്കുകയായിരുന്നു ലോഡ്ജിൽ. അതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെടുത്ത് വിവരം വിളിച്ചു പറഞ്ഞിരുന്നു താൻ ജീവൻ ഒടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം മറ്റേ പെൺകുട്ടി മരിച്ചു എന്നുള്ള വിവരം അറിഞ്ഞുകൊണ്ടായിരിക്കാം. എന്തായാലും കൂട്ടുകാരും സുഹൃത്തുക്കളും പെട്ടെന്ന് ഓടിയെത്തിയപ്പം മുറി അകത്തുനിന്ന് പൂട്ടിയിരുന്നു. അവർ വന്നപ്പം താമസിച്ചു. അദ്ദേഹവും ജീവൻ ഒടുക്കി. എന്താണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നം? 2 പേരും ജോലിക്കാരാണ്, 2 പേർക്ക് ശമ്പളമുണ്ട്, 2 പേരും SBI ബാങ്കിലാണ്. ഒരാൾ മൈസൂരിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി, മറ്റേ ആൾ എറണാകുളത്താണ്. പിതാവായ അനുശ്രീയുടെ പിതാവിനെ ഇവിടെ റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറ് പറയുന്നത് പോലെ ഇവരെ മൊബൈല് പരിശോധിച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചിലപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളൊക്കെ ചിലപ്പം കിട്ടിയെന്നിരിക്കാം.
ഇപ്പം പിന്നെ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഒന്ന്, ഈ കുട്ടി ജ്ഞാനശ്രീ എന്ന് പറഞ്ഞ കുട്ടി മായിട്ട് ബന്ധപ്പെട്ട് ഈ കേസ് അന്വേഷണം നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ചിലപ്പം കിട്ടും, മൊബൈലിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ഈ കുട്ടിയുടെ കാമുകൻ എന്ന് പറയുന്ന ആ ചെറുക്കൻ്റെ അല്ലെങ്കിൽ ആ യുവാവിൻ്റെ പക്കൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു അഗൈൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചിലപ്പം കാണാനിടയാവുമെന്ന് ചിലപ്പം ഭയന്നിട്ടായിരിക്കാം ആ പുള്ളിയും അത് ചെയ്തതെന്ന് നമുക്ക് അങ്ങനെ ചിന്തിക്കാം. പിന്നെ വേറൊരു രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുശ്രീ എന്ന് പറഞ്ഞ ഈ കുട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്നൊരു യുവാവായിരിക്കണം ഇത്. അവരില്ലാതെ തുടർന്ന് ജീവിക്കാനുള്ളൊരു മാനസികാവസ്ഥയും ഈ അമൽ എന്ന് പറയുന്ന ഈ യുവാവിന് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പുള്ളിയും അങ്ങനെ ചെയ്തതെന്ന്. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം ഈ ഒരു കാര്യം. എന്തായാലും ഞാൻ വീണ്ടും പറയുവാണ്, ഒന്നിനും എന്ത് വിഷയം ഉണ്ടെങ്കിലും ഈ ആത്മഹത്യ എന്ന് പറഞ്ഞ സാധനം ഒന്നിനും ഒരു പരിഹാരമാവുന്നില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി ബാക്കിയും കൂടെ കേട്ട് നോക്കാം. നീലേശ്വരം തയ്യൽ വീട്ടിൽ ചന്ദ്രന് അവിടെ ഒരു ഗ്യാസ് ഡിസ്ട്രിബ്യൂഷനുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളാണ്, ഇളയ ഒരു പെൺകുട്ടി കൂടെ ഉണ്ട് അദ്ദേഹത്തിന്. ചന്ദ്രൻ്റെയും റീനയുടെയും മൂത്ത മകളാണ് മരണപ്പെട്ട അനുശ്രീ. ഇളയൊരു കുട്ടി ഇവിടെ ഉണ്ട്. ഈ രണ്ട് യുവമിഥുനങ്ങളും വിവാഹമെല്ലാം ഉറപ്പിച്ച് അതിനുള്ള വീട് പണി, താമസിക്കാനുള്ള വീടൊക്കെ പണിതുകൊണ്ടിരിക്കുന്നു. രണ്ടുപേർക്ക് സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്ത് കാര്യത്തിലാണ്? പക്ഷെ ഒരു ദിവസം ഈ മരണത്തിന് തൊട്ട് മുമ്പ് ഒരു ദിവസം ആ അനുശ്രീയുടെ വീട്ടിൽ രണ്ടുപേരും താമസിച്ചിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും വീട്ടുകാരെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഒരു വിവാഹം തന്നെയാണ് എന്ന് കരുതുന്നു. അതിന് ആർക്കും തടസ്സമില്ല എന്ന് കരുതുന്നു. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തിനാണ് ഉണ്ടായതെന്ന് ഇന്നും അജ്ഞാതമാണ്. ഏതെങ്കിലും രണ്ടുപേരും കുറിപ്പുകൾ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലീസ് കണ്ടെടുക്കാനുണ്ട്. മൈസൂരിലും കാണാം, ഇവിടെയും കാണാം. അതിൽ നിന്ന് എന്തെങ്കിലും വിവരം ലഭിക്കുമോ അതോ രണ്ടുപേരുടെ മനസ്സിൽ തന്നെ ഇരിക്കുന്ന കാര്യങ്ങളാണോ? ഏതായാലും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏതോ ഒരു കാര്യത്തിൽ രണ്ടുപേർക്കും ഉണ്ടായി. അതവർക്ക് പരിഹരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരാൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. രണ്ടുപേരും ജീവൻ വെടിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോഴത്തെ പ്രതിസന്ധികളിലൊന്നും നമ്മുടെ കുട്ടികൾക്ക് ആർക്കും തരണം ചെയ്യാനോ മറ്റൊരാളുമായിട്ട് സംസാരിച്ച ആ പ്രശ്നം തീർക്കാനോ ഇവർക്കൊന്നും കഴിയുന്നില്ല. അതിനുള്ള ക്ഷമയില്ല, അതിനുള്ള അറിവുമില്ല. അവർ സ്വന്തം കാലിൽ നിന്ന് അവർ ജീവിക്കാൻ ശ്രമിക്കുകയാണ്. കുടുംബ അന്തരീക്ഷത്തിൽ മാത്രമേ നല്ലൊരു കുടുംബം മുന്നോട്ട് ജീവിക്കാനുള്ള ദോരയുണ്ടാവുകയുള്ളൂ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഒറ്റയ്ക്കും പെറ്റയ്ക്കുമൊക്കെ പല സ്ഥലത്തും കിടക്കുന്നവർ അവിവാഹിതരായി അതിനുശേഷം 10, 50, 60 വയസ്സായി കഴിഞ്ഞും ആരും അന്വേഷിക്കാനും അവരെ നോക്കാനും ഇല്ലാതെ പല സ്ഥലത്തും ഒറ്റപ്പെട്ട് വീണ് ഒറ്റയ്ക്ക് താമസിച്ച് അവിടെ മരിച്ചു വീഴുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഭാരതീയരുടെ ചിന്തകൾ, നമ്മൾ കുടുംബാന്തരീക്ഷത്തിൽ വളർന്നവരാണ്. ഒരു കുടുംബത്തിൽ കൂടെ മാത്രമേ നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഉള്ളൂ, മനുഷ്യന് മുന്നോട്ട് ഗമിക്കാൻ കഴിയുള്ളൂ. ഒറ്റയ്ക്കുള്ള മറ്റ് സമൂഹത്തെ വെറുത്തോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് വെറുത്തോ സഹോദര സഹോദരിമാരെ വെറുപ്പിച്ചോ അല്ലെങ്കിൽ അവരോട് അകന്നു നിന്നുകൊണ്ടോ ഒരാൾക്കും ഒരു നല്ല സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു കുടുംബജീവിതം നയിക്കാൻ കഴിയില്ലെന്നാണ് ഈ വാർത്തകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ചെറുപ്പക്കാരെല്ലാം ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഒറ്റയ്ക്കുള്ള ജീവിതം, അവർക്ക് അതിന് വരുമാനമില്ല എന്നൊക്കെ പലർക്കും തോന്നാം. പല കുടുംബങ്ങളിലും പലർക്കും വരുമാനമില്ല, പക്ഷേ കുടുംബജീവിതം മുന്നോട്ട് പോകും. ഉള്ള വരുമാനത്തിനകത്ത് രണ്ടു കൂട്ടരും, ഭാര്യയും ഭർത്താവും കുട്ടികളുമൊക്കെ കഴിഞ്ഞുകൂടി പോകുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്ത്യക്കുള്ളത്. അത് ലോകത്ത് മറ്റൊരു രാഷ്ട്രത്തിനും മറ്റൊരു രാജ്യത്തുമില്ല. അവർക്കൊന്നും ഈ രീതിയിലുള്ള ഇന്ത്യയുടെ പാരമ്പര്യമനുസരിച്ചൊരു കുടുംബജീവിതം അവർക്കൊന്നും ലഭ്യമല്ല. ആധുനിക രീതിയിലുള്ള ആ ചിന്തകളൊക്കെ മറന്ന് നമ്മൾ നമ്മുടെ പാരമ്പര്യത്തിലേക്ക് പ്രവേശിക്കണം. അതിനുള്ള പാഠമാണ് ഇതുപോലുള്ള സംഭവത്തിൽ നിന്ന് നമ്മൾ നേടിയെടുക്കേണ്ടത്. കാരണം ധാരാളം കുട്ടികൾ ഇപ്പം ഇതേ രീതിയിൽ അവർ ചെറുപ്രായത്തിൽ തന്നെ ജീവനൊടുക്കി മൺമറഞ്ഞു പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊരു പക്വതയില്ലാത്ത, കുടുംബാന്തരീക്ഷത്തിൽ വളരാത്ത, കുടുംബത്തിൻ്റെ ഉപദേശം സ്വീകരിക്കും. എന്താ അല്ലേ, ശരി തന്നെയാണ്. ഒട്ടും പക്വതയില്ലാത്ത ഒരു ചിന്താഗതി തന്നെയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇത്രയും വിദ്യാഭ്യാസവും വിവരവും എല്ലാം ഉള്ള ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത്. വിദ്യാഭ്യാസവും നല്ല ജോലിയും പൈസയും ഇതൊക്കെ ഉള്ള ആളുകളാണ് ഇത്രയും വിവേകമില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതല്ലേ. ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം, വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ലെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തുണ്ടെങ്കിലും ഒരു പരിഹരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ
നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിച്ച് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ അതിനി വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിലും കഴിയുന്നതിന് മുമ്പാണെങ്കിലും അതേ രീതിയിൽ വിട്ട് കളയുക. രണ്ടുപേർക്കും സന്തോഷത്തോടു കൂടി പിരിഞ്ഞ് പാട്ടിന് പോവുക. അതാണ് വേണ്ടുന്നത്. അല്ലാതെ ചുമ്മാ ഈ എടുത്തുകാട്ടം കാണിക്കുന്ന രീതിയുണ്ടല്ലോ, അത് ഒട്ടും ശരിയല്ല. ഇവിടെ എന്തായാലും ഒന്നെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇവരിടയ്ക്ക് എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അതല്ലാതെ ഒരാളെന്തായാലും ഇത് ചെയ്യത്തില്ല. അപ്പോൾ അയാൾ ചെയ്തതിൻ്റെ തൊട്ടുപിറകെ മറ്റേ ആളും കൂടെ പോകണമെങ്കിൽ ഒന്നുകിൽ അമിതമായിട്ടുള്ള സ്നേഹം കൊണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം മൊബൈലെങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ ഞാനും അകത്താവും, അല്ലെങ്കിൽ ഞാൻ പഴി കേൾക്കേണ്ടി വരും, ഞാനൊരു കുറ്റക്കാരനാവും എന്നൊക്കെ ചിന്തിച്ചിട്ടും ആവാം ചിലപ്പോൾ അയാളും അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു 10 പേരിലെങ്കിലും വീഡിയോ എത്തത്തുള്ളൂ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.